നോബിള് ഇപ്പോൾ നമ്മൾ ഹെലനിലൂടെ പരിചിതമാണെങ്കിൽ പോലും അതൊരു ഫീമെയിൽ സെൻട്രിക് സ്റ്റോറിയാണ്. അന്നെ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പം നോബിൾ ചെയ്ത ഫിലിപ്സ് ആയിക്കോട്ടെ, അതും മുകേഷ് ഉണ്ട് ആ പടത്തിന് ഒരു സ്ട്രോങ് ക്യാരക്ടർ. ഇപ്പം നോബിളിനെ നായകനാക്കി കൊണ്ടുവരുന്നു. നിങ്ങൾ ഫോറിൻ ലൊക്കേഷൻസിൽ പോയി ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ പടം എടുക്കുന്നു. യു ബീങ് ദ ഡയറക്ടർ, താങ്കൾക്കൊരു ഫിലിമോഗ്രഫി ഉണ്ട്, അതിലൊരു ഓഡിയൻസിൻ്റെ ഇതുണ്ട്. അപ്പം ഒരുപാട് റിസ്ക് ഇല്ലേ ഇതിനകത്ത്? കമ്പയറിങ് ഓഡിയൻസ്, എന്തുകൊണ്ട് ഞാൻ ഈ പടം ചൂസ് ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും സിനിമ ചെയ്യാൻ പറ്റില്ല. മോഡസ്റ്റ് ആവല്ലേ? ഞാൻ ഇപ്പോഴത്തെ തിയേറ്റർ മാർക്കറ്റ് വെച്ചും കൂടെ ചോദിക്കുക എങ്ങനെയൊരു സംഭവം. രാജമൗലി പറഞ്ഞൊരു കാര്യമുണ്ട്, ഡോണ്ട് ടോക്ക് ടു ദ മാർക്കറ്റ്, ടോക്ക് ടു ദി ഓഡിയൻസ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണത്. നമ്മളെപ്പോഴും ഫിലിം മേക്കേഴ്സ് എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമ എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് ആലോചിച്ച് നോക്കുക, അവരെത്ര ഇൻവെസ്റ്റ് ചെയ്തു ആ സിനിമയിൽ എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സാണ്. ആരും സൂപ്പർ സ്റ്റാർസോ എ ലിസ്റ്റ് അങ്ങനത്തെ സ്റ്റാർഡം നിൽക്കുന്ന ആൾക്കാരല്ല, എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സാണ്. പക്ഷെ അവരെ വെച്ചിട്ട് അന്ന് അവർ അത്രയും ബഡ്ജറ്റിൽ ആ സിനിമ ചെയ്യാൻ ഗട്ട്സ് കാണിച്ചില്ലേ? അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. ഇപ്പം എൻ്റെ ഫസ്റ്റ് പടം മൊത്തം പുതിയ ആൾക്കാരുടെ കൂടെയാണ്. എൻ്റെ സെക്കൻഡ് പടം ചെയ്യുമ്പോഴും നിവിനും അജു ഒക്കെ അവർ സ്റ്റിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെയാണ്. ഞാൻ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത പടം ആനന്ദ, അത് മൊത്തം പുതിയ ആൾക്കാർ. ഞാൻ രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്ത പടം ഫീമെയിൽ സെൻട്രിക്കാണ്. എൻ്റെ മൂന്നാമത്തെ ഡയറക്ടോറിയൽ ഫിലിം സ്റ്റാർസ് ഇല്ലാത്ത പടമാണ്. അപ്പം ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്, ഞാൻ ഇന്ന് വരെ സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ട് എനിക്കൊരു പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെയും കുറേ പുതിയ ആൾക്കാരുടെ കൂടെയും തന്നെയാണ് പടം ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ സംസാരിച്ചല്ലോ, ഇത് ഞാൻ വിനീത് ഓൾറെഡി ചോദിച്ച കാര്യമായിരുന്നു. കാരണം വർഷങ്ങൾക്ക് ശേഷം സമയത്ത് ഇത്രയും സ്റ്റാർ കാസ്റ്റ് കൊണ്ടുവന്നിട്ട് അപ്പം എന്നിട്ട്, കാരണം ഞാൻ ചെയ്തൊക്കെ ഇപ്പം ലവ് ആക്ഷൻ ഡ്രാമ നിവിൻ നയൻതാര സംഭവമല്ല. അപ്പം എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞാൻ വിനീത് ചോദിച്ചു, ആർ യു റെഡി ഫോർ ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിനീത് പറഞ്ഞിട്ടാ ഞാൻ ചെയ്ത പടങ്ങളൊക്കെ അന്നാണ് ഞാനും ഇപ്പം ആലോചിച്ചില്ലേ, ഈ ആലോചന ഞാനും ആലോചിച്ചു, ശരിയാണല്ലോ പറഞ്ഞല്ലേ. അപ്പം വിനീതിനെ ഇത് മുമ്പും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അന്നത്തെ ബഡ്ജറ്റ് വൈസ് അല്ല ഇപ്പം ഒരു പടം എടുക്കണില്ല. അതിപ്പോൾ വിനീത് അങ്ങനത്തെ ഒരു റിസ്ക് ഫാക്ടർ വന്നപ്പോൾ വിനീതും കൂടെ നിന്നു. അതൊരു ചെറിയ കാര്യമല്ല, ഒരാളെ മാത്രം പുഷ് ചെയ്ത് വിടെയല്ലോ. അപ്പൊ ആ സ്റ്റോറിയിലും സബ്ജക്റ്റിലും കോൺഫിഡൻസ് ഉണ്ടല്ലോ ഒരു ഡയറക്ടറിന്. അത് തന്നെയാണ് ഈ പടം ചെയ്യാനുള്ളൊരു മെയിൻ കാരണം. അല്ല, ഇപ്പം വിനീത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിന് അങ്ങനെ നോക്കാറില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു പ്രൊഡ്യൂസർ ആകുമ്പോഴും അത് ശ്രദ്ധിക്കാറില്ല എന്നത്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് മാത്രം ആലോചിച്ചുകൊണ്ട് നമ്മൾ സിനിമ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ സിനിമ ചെയ്തിട്ടുള്ള പല സംവിധായകർക്കും അവർ ആഗ്രഹിച്ച സിനിമകൾ ചെയ്യാനേ പറ്റില്ല. എല്ലാവരും ബൗണ്ടറീസ് പുഷ് ചെയ്തിട്ടല്ലേ പോയിട്ടുള്ളത്. നമ്മൾ വലിയ പടങ്ങൾ തന്നെ എടുക്കാം. ഇപ്പോൾ ബാഹുബലി തുടങ്ങുന്ന സമയത്ത് അത്രയും ബഡ്ജറ്റിൽ ആ പടം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ സക്സസ് ആവുമെന്ന് അതെങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കാൻ പറ്റുമോ? അതിന് മുമ്പൊരു ബാഹുബലി ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ബാഹുബലിയാന്നല്ല. ആ എക്സാമ്പിൾ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ കന്നഡയിൽ നിന്ന് ഇപ്പോൾ KGF വന്ന സമയത്ത് ഹോംബാലെ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു, ഇത് അവരുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ് സിനിമയാണ്. അങ്ങനെ രീതിയിൽ അവർ പുഷ് ചെയ്യുകയും ചെയ്തു. സ്റ്റോറിയിൽ അവർ ഭയങ്കര നമ്മൾ KGF-ലല്ലേ കാണുന്നത്. അതിന് മുമ്പ് ഞാൻ KGF ആണ് യഷിന്റെ ആദ്യം കാണുന്ന ഫിലിം. അതെ, ഇപ്പൊ കാന്താര വരുന്ന സമയത്ത് നമുക്കതിൽ അഭിനയിച്ച ആൾക്കാരെ അറിയില്ലല്ലോ. ഇപ്പൊ അടുത്ത് രാജീവ് ഷെട്ടിയുടെ ഒരു പടം വന്നില്ലേ, സൂ ഫ്രം സൂ. അതാ നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ നല്ലതാണെങ്കിൽ ആൾക്കാർ രണ്ടാമത്തെ ഷോ കഴിയുമ്പോഴേക്കും ആൾക്കാർ വരും. ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ ലോകയുടെ ബഡ്ജറ്റ് വെച്ചിട്ട് ഇപ്പം പറഞ്ഞല്ലോ ഒരു ഇത്രയും റിസ്ക്. ദുൽഖർ ആ റിസ്ക് എടുത്തില്ല, ദുൽഖർ പോലും ആക്ട് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ദുൽഖർ ആ ഒരു ബൗണ്ടറീസ് പുഷ് ചെയ്തു. ഇപ്പൊ ഓരോ ആൾക്കാര് ആ ബൗണ്ടറീസ് പുഷ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ദുൽഖർ ആ റിസൾട്ട് കിട്ടി, കാരണം സിനിമയിൽ ഫുൾ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ആലോചിക്കണേ, മലയാളത്തിൽ എത്ര പേര് ആ റിസ്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു സ്റ്റഡി OTT ബിസിനസ് ഇല്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ സിനിമയിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന എത്ര പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഉണ്ട്.